ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന, മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ 111 ദിനം രാത്രിയിൽ മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാ വീഴ്ചകളും കുറവുകളും ഇപ്പോൾ അലട്ടുന്ന എല്ലാ ഭാരങ്ങളും അനുഗ്രഹത്തെ തടസ്സപ്പെടുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ പേര് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, സ്വദേശത്ത് നമ്മുടെ അടുത്തുള്ള മക്കളോ ദൂരെയായിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ സന്നിധിയിൽ അനുഗ്രഹത്തിലേക്ക് സമർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചന പുസ്തകം 65-ാം അധ്യായം 24-ാം വചനം, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ അത് കേൾക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, മാതാപിതാക്കളായി നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥനകളും മക്കളുടെ ചെറിയ പ്രാർത്ഥനകളും എല്ലാം ദൈവസന്നിധിയിലേക്ക് എത്തട്ടെ. അത് കർത്താവ് കേട്ട് അവരെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനകൾ മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം വഴിയായി ഉയരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതിബന്ധങ്ങളും വിഷമങ്ങളും വരുമ്പോൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവരുയർത്തുന്ന ചെറിയ പ്രാർത്ഥനകൾ, ആരാധനകൾ, അവരുടെ സമർപ്പണം കർത്താവ് സ്വീകാര്യമാകട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അങ്ങനെയൊരു സമർപ്പണം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, ദൈവാശ്രയ ബോധ്യം നിറയുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിനും ഉന്നതിയായി ഒന്നാം സ്ഥാനം ദൈവത്തിനാണ് എന്നും, കർത്താവ് നൽകിയാൽ മാത്രമേ ഉള്ളൂ, കർത്താവ് അനുഗ്രഹിച്ചാൽ മാത്രമേ ഉള്ളൂ, അവിടുത്തെ കാര്യം തൊട്ടാൽ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കുക, ഈ ഒരു ബോധ്യം മക്കളുടെ ജീവിതത്തിൽ നിറയട്ടെ. പ്രിയ മാതാപിതാക്കളെ, നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ ബലമുള്ളവരായി തീരുകയും ദൈവാശ്രയ ബോധ്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മക്കളായി, അനുഗ്രഹത്തിൻ്റെ മക്കളായി തീരട്ടെ. ആമേൻ. യെശയ്യാ 65:24 വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ സന്നിധിയിലേക്ക് ഉയരട്ടെ. പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും മാറ്റുന്ന അവിടുത്തെ വലിയ കൃപാകടാക്ഷം, അവിടുത്തെ ദൈവസ്നേഹം ഞങ്ങളുടെ മക്കളെ പൊതിയുകയും ഞങ്ങളുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ എപ്പോഴും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും സ്വർഗ്ഗത്തോട് ചേർന്ന് കൗദാസിക ജീവിതം നയിക്കുവാനും ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.